Next we shall study what is motion. What is the meaning of motion? Motion എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? Motion means movement, ചലനം. Motion എന്ന് പറഞ്ഞാൽ movement, ചലനം. Okay. So നമുക്കറിയാം ചലനം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ഏകദേശം അറിയാം, അനക്കം അല്ലേ, ഒരു going അങ്ങനെ ആ അർത്ഥം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? Okay. What is motion? How can you say whether an object is in motion or not? നമ്മൾ എങ്ങനെ പറയുന്ന ഒരു വസ്തു മോഷനിലാണോ അതെയോ അത് ഇങ്ങനെ സ്റ്റിൽ ആയിട്ട് അവിടെ നിൽക്കുവാണോ, എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ഇപ്പൊ ജസ്റ്റ് ലുക്ക് അറ്റ് യുവർ ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ഹൗസ് എനി ട്രീ, ഇസ് ഇറ്റ് ഇൻ വിച്ച് പൊസിഷൻ? ഇസ് ഇറ്റ് ഇൻ മോഷൻ ഓർ ഇസ് ഇറ്റ് ഇൻ സ്റ്റിൽ പൊസിഷൻ? നമ്മുടെ മുറ്റത്തുള്ള ട്രീ ഒന്ന് നോക്കിക്കേ, ആ ട്രീ എങ്ങനെയാണ്? മോഷൻ പൊസിഷനിലാണോ അതെയോ സ്റ്റിൽ പൊസിഷനിലാണോ? അതായത് അനങ്ങാതെ നിൽക്കുന്ന നിശ്ചലാവസ്ഥയിലാണോ? മോഷൻ പൊസിഷനിലാണോ? അല്ല, സ്റ്റിൽ ആയിട്ട്, അതായത് അനങ്ങാതെ നിൽക്കുകയാണ്. But when breeze comes, we say that the leaves are in motion. How can you say that? Because it has movement at that time, isn't it? Okay. അപ്പൊ നമ്മൾ ഒരു വസ്തുവിനെ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഏകദേശം നമുക്ക് പറയാൻ പറ്റും അത് മോഷൻ പൊസിഷനിലാണോ അതെയോ സ്റ്റിൽ പൊസിഷനിലാണോ എന്ന്, അല്ലേ? To understand this, let us suppose you are standing on the roadside. A car is moving on the road. After some time, you can see car 1 change its position from A to B. So for you, the car is in motion. Okay. You just see that when you go outside or from if your house is near the road, you can see that many vehicles moving, isn't it? Okay. Just when you see, look at any vehicle, and if it is in one position, and after few seconds or few minutes, if you see that it has changed its position, it has reached in another position, we can say that the car is in motion or the vehicle is in motion. എന്ന് പറഞ്ഞാൽ നമ്മളൊരു വാഹനത്തിലേക്ക് നോക്കുക, നിങ്ങളുടെ വീടിന്റെ അല്ല റോഡ് സൈഡിലൊക്കെയാണ് ഇഷ്ടംപോലെ വണ്ടികൾ കാണാം, അല്ലെ? അപ്പോൾ ആ വാഹനം ഇവിടെ പറഞ്ഞിരിക്കുന്ന ചിത്രം നിങ്ങൾ കാർ വൺ ഫസ്റ്റ് പൊസിഷനിൽ ആ ബിൽഡിങ്ങിന്റെ ഇപ്പുറത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത്, അല്ലെ? ആൻഡ് സെക്കൻഡ് പിക്ചറിൽ ആ ബിൽഡിംഗ് കഴിഞ്ഞിട്ടാണുള്ളത്. രണ്ട് പിക്ചർ നോക്കിയ പേജ് 129. ഇൻ ഫസ്റ്റ് പിക്ചർ കാർ 1, ദാറ്റ് ഈസ് എ റെഡ് കളർ കാർ, that is just in front of the building, just one side of the building, isn't it? Okay. In second picture you see the car has passed that building. രണ്ടാമത്തെ പിക്ചറിൽ നിങ്ങൾ നോക്കിക്കേ, ആ കാർ ആ ബിൽഡിംഗ് കഴിഞ്ഞു. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ആ കാറ് ഒരു മോഷൻ പൊസിഷനിലാണ്, അതായത് മൂവ്മെന്റ് ഉണ്ട്, അത് അതുകൊണ്ട് അതിന്റെ സ്ഥാനം മാറി, അല്ലേ? But in second picture you see car 2, it is in under the tree, that yellow car. But in second picture the car is still in the same position only, same place only. രണ്ട് പിക്ചറും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? ഒന്നാമത്തെ പിക്ചറിലെ കാർ 1, ദാറ്റ് റെഡ് കാർ, ആ ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിലേക്ക് എത്തുന്നതേ ഉള്ളൂ. പക്ഷെ രണ്ടാമത്തെ പിക്ചറിലേക്ക് എത്തിയപ്പോൾ കാർ 1 അത് അവിടെ ആ ബിൽഡിംഗ് കഴിഞ്ഞു പോയി. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? കാറ് മോഷനിലാണ്, ചലനത്തിലാണ്, ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് പിക്ചറിൽ നോക്കിയ കാർ 2, യെല്ലോ കാറ്, അത് ആ ട്രീയുടെ ചുവട്ടിൽ തന്നെയാണ്. സെക്കൻഡ് പിക്ചറിൽ അവിടെ തന്നെയാണ്. സോ അത് റെസ്റ്റിലാണ്, സ്റ്റിൽ പൊസിഷനിലാണ്. മനസ്സിലായോ? ഓക്കെ. Suppose there is another car 2 parked on the roadside. You cannot see any changes in its position after some time. നമ്മളെ വണ്ടി ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നവരല്ലേ, അപ്പൊ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഇവിടുന്ന് നമ്മുടെ സ്കൂളിന്റെ അവിടുന്ന് പാഠശാല വരെ ബസ് എത്തി. പാഠശാല എത്തുമ്പോൾ ബസ് അപ്പൊ അത്രയും സമയം ഇത് മോഷനിലായിരുന്നു, ചലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ടൗണിലെത്തിയപ്പോൾ ഒരു 2 minutes അവരവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടു, അപ്പൊ റെസ്റ്റിലാണ്, അല്ലെ? അഗൈൻ ഇറ്റ് വിൽ ഹാവ് എ മോഷൻ. ഈവൻ എല്ലാ വസ്തുക്കൾക്കും ഉണ്ടാകാം മോഷൻ. നമുക്കില്ലേ, ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുന്നു, നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുന്നു, ഇത്തിരി കഴിയുമ്പോൾ നിങ്ങൾ എന്താ ഇപ്പൊ ഇവിടെ ആർക്കോ കൈ അനക്കുന്നു, കാലനക്കുന്നു, അല്ലെ? നമുക്ക് മോഷൻ ഉണ്ട്. പിന്നെ നമ്മൾ ഇവിടുന്ന് എണീറ്റ് വേറെ സ്ഥലത്തേക്ക് നടന്നു പോകുന്നു, ഓടിപ്പോകുന്നു, ജമ്പ് ചെയ്യുന്നു. സോ വി ഹാവ് മോഷൻ. ആൻഡ് യു ക്യാൻ സീ അനിമൽസ് മൂവിങ്, ബേർഡ്സ് ഫ്ലൈയിങ്, വെഹിക്കിൾസ് മൂവിങ്. യു ത്രോ ബോൾ വൈൽ യു പ്ലേ. നിങ്ങളൊക്കെ കളിക്കുന്ന സമയത്ത് ബോളൊക്കെ എറിയും. അപ്പൊ ആ ബോൾ എന്താ ആ എറിയുന്ന സമയത്ത് അത് മോഷൻ പൊസിഷനിലും, അല്ലാതെ നമ്മൾ ജസ്റ്റ് അവിടെ വെച്ചിരിക്കുന്നതാണെങ്കിൽ, അവിടെ അനങ്ങാതിരിക്കുന്നതാണെങ്കിൽ ദാറ്റ് ഈസ് ഇൻ അറ്റ് റെസ്റ്റ് എന്ന് പറയും.
It is said to be at rest. The road, the trees, or the buildings around you are also at rest. We therefore say that നമ്മളുടെ റോഡിന് എന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടോ? നോ മോഷൻ. റോഡ് അവിടെ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. ട്രീ അങ്ങോട്ടെല്ലാം നടന്നു പോകുന്നുണ്ടോ? ഒന്ന് മുറ്റത്ത് കാണുന്ന ട്രീ നാളെ റോഡിന്റെ താഴ്വശത്ത് പോയി നിൽക്കുവോ? ഇല്ല. പക്ഷെ അതിൽ ലീവ്സിന് മൂവ്മെന്റ് ഉണ്ടാവുന്നു. വെൻ ഇറ്റ് ഹാസ് ബ്രീസ്, കാറ്റുണ്ടാവുമ്പോൾ അതിന്റെ ഇലകൾക്കൊക്കെ അനക്കം ഉണ്ടാവുന്നു. പക്ഷെ ട്രീ എന്ത് ചെയ്യുന്നു? അതിന് മോഷണമൊന്നുമില്ല. പിന്നെ മോശം വരുന്ന എപ്പോഴാണ്? വലിയ കാറ്റൊക്കെ വന്നിട്ടോ അല്ലെങ്കിൽ നമ്മൾ വല്ല വാക്കത്തി കോടാലിയൊക്കെ എടുത്തിട്ട് വെട്ടി മുറിച്ചെന്നാൽ മാത്രം അതിന് മോഷൻ വരുന്നുള്ളൂ, അല്ലെ? ഓക്കെ. An object is in motion of its position changes with the time, such as car 1 in relation to a stationary object such as a building or a tree ant. അപ്പൊ നമ്മള് ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ മോഷനിലെ സംബന്ധിച്ചിടത്തോളം ഒരു പോയിന്റ് എന്ന് പറഞ്ഞാല് an object is in motion if its position changes with the time in relation to a stationary object such as building or a tree. അതായത് നമ്മളൊരു സ്റ്റേഷനറി ഒബ്ജക്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും അടുത്ത് നിന്നും അതിന്റെ പൊസിഷൻ മാറിയാൽ ഇൻ ടൈമില് 2 minutes, within 2 minutes, 5 minutes, within 1 hour, within 2 months, അങ്ങനെ ഒരു ടൈമിൽ, ആ ടൈമിന്റെ ഉള്ളിൽ അതിന്റെ പൊസിഷന് ഒരു സ്ഥലത്ത് നിന്നും വേറെ സ്ഥലത്തേക്ക് മാറിയാൽ അതിനെ നമ്മള് മോഷൻ എന്ന് പറയും. മനസ്സിലായോ? ഇപ്പോൾ നമുക്കറിയാം, ഇപ്പൊ ഇവിടെ കാണുന്ന ഒരു ഡോഗ്, ആഫ്റ്റർ സം ടൈം ഇറ്റ് വിൽ റീച്ച് ദെയർ. ഒരു എന്താ പറയണ്ടേ, ഇൻസെക്ട് അല്ലെങ്കിൽ ഒരു ഫിഷ് അല്ലെങ്കിൽ ഒരു സ്നേക്ക്, നൗ നമ്മളിപ്പോ ഇവിടെ കാണുന്നു, ഇത്തിരി കഴിയുമ്പോൾ ഇവിടെ കാണണമെന്നില്ല, ഇറ്റ് ഹാസ് മൂവ്മെന്റ്, ഇറ്റ് വിൽ മൂവ് ഫ്രം ദിസ് പ്ലേസ് ടു അനദർ പ്ലേസ്. ഇവിടുന്ന് അങ്ങ് എഴിഞ്ഞു പോകും, അല്ലെ? അത് ചേഞ്ച് ചെയ്യും. ഡോഗ്, കാറ്റ്, അനിമൽസ്, വി ഹ്യൂമൻ ബീങ്സ് എല്ലാം അതിന്റെ പൊസിഷൻ ഒരു സമയത്തിനുള്ളിൽ, സമയം കൊണ്ട് നമ്മളൊരു ആദ്യം ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്നും വേറെ സ്ഥലത്തേക്ക് എത്തുന്നതിനെയാണ് നമ്മൾ മോഷൻ എന്ന് പറയുന്നത്. An object is at rest if its position does not change with the time in relation to any stationary object. നമ്മൾ പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഈസ് ഇൻ റെസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴാണ്? ഈ when it doesn't change its position. അതിന്റെ പൊസിഷന് മാറാത്തപ്പോൾ നമ്മൾ അതിനെ എന്ത് പറയുന്നു? നോ മൂവ്മെന്റ്. അതായത് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരു വസ്തുവിനെ ഞാൻ എടുത്ത് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അതിനെ മോഷൻ എന്ന് പറയാൻ പറ്റുമോ? സപ്പോസ് ദിസ് ടെക്സ്റ്റ് ബുക്ക്, ഐ ഹാവ് ദിസ് ടെക്സ്റ്റ് ബുക്ക്, ഞാൻ ഈ ടെക്സ്റ്റ് ബുക്കിനെ എടുത്ത് അങ്ങോട്ട് വെച്ചു, ഇതിനെ മോഷൻ എന്ന് പറയാൻ പറ്റുമോ? ചലനം എന്ന് പറയാൻ പറ്റുമോ? നോ, വി കനോട്ട് സേ ദാറ്റ്, ബിക്കോസ് I am taking and I am keeping there, or somebody else is taking and someone that person is keeping. But if I throw this, it has movement. ഇതിനെ ഞാൻ എടുത്തങ്ങോട്ട് എറിയുകയാണെങ്കിൽ ഇതിനൊരു മൂവ്മെന്റ് ഉണ്ട്, അല്ലേ? അതിനെ നമ്മൾ അതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതിന് മനസ്സിലായ ഡിഫറൻസ്? ഇഫ് അറ്റ് ടേക്ക് ആൻഡ് കീപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു മൂവ്മെന്റ് ഇല്ല, അത് അവിടെ റെസ്റ്റ് തന്നെയാ. അതിനെ ഞാൻ എടുത്ത് അങ്ങോട്ട് വെക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ ഇഫ് ഐ ടേക്ക് ആൻഡ് ത്രോ ദ ബുക്ക് ഓർ ദ ബോൾ ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ് വേ, ഇഫ് ഐ ടേക്ക് ആൻഡ് ത്രോ, then it will change its position. അതിനെ നമ്മൾ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, let's take page 130. So did you understand what is motion and what is rest? മനസ്സിലായില്ലേ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? ഓക്കെ, നെക്സ്റ്റ്, സ്റ്റോറി ഓഫ് ട്രാൻസ്പോർട്ട്. This you have studied in earlier class itself. From first standard onwards you are continuously studying, isn't it? So we know that earlier the early man didn't have any means of transport. How he was how he had to transport things from one place to another? He had to carry on his head. Earlier man. And we know that it is not so easy to carry all the things from one place to another place. If it is very light, it's okay. But if it is heavy thing, it is not at all easy, isn't it? It was very hard. And now we know that, see, so much of changes have been taken place as the days or years pass. നമ്മൾ പഠിച്ചിട്ടുള്ളതിൽ വെച്ച് നമുക്കറിയാം, ഏർലി മാന്റെ ലൈഫിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ early men were living in forest, they were living in caves, they were living under the trees and all, isn't it? And ആ ടൈമിൽ ആ മനുഷ്യർക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ലിവിങ് ഇൻ ഫോറസ്റ്റ് വിത്ത് ആ വൈൽഡ് അനിമൽസ്, ഇറ്റ് വാസ് വെരി വെരി ഡേഞ്ചറസ് തിങ്.
Always the wild animals used to attack these people. Means like big animals like a lion, tiger and all used to attack the people, those who are living in forest. But gradually changes have been taken place. Now see, we are living in big houses, enjoying all the facilities of life, isn't it? But now then the years passes, as the years passes, after 10 years your life also will be changing. ഒരു 10 വർഷത്തിന് ശേഷം നമ്മുടെ ലൈഫ് ഇതിൽ നിന്നും ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന ലൈഫിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും, കുറെ വ്യത്യാസം വരും. And now I am an old teacher, isn't it? When I was a child like you, the life was entirely different from the life that you enjoy now. ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്ത് ഞങ്ങളൊക്കെ ജീവിച്ചിരുന്ന ആ ഒരു ലൈഫ് സ്റ്റൈലും ഇന്ന് കുട്ടികളായിട്ടുള്ള നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഒരുപാട് വ്യത്യാസമുണ്ട്, ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പം അന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പേരൻസ് പറയുന്നത് അവരുടെ ചൈൽഡ്ഹുഡിൽ ഇങ്ങനൊന്നും ആയിരുന്നില്ല, ഇതിലും ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറയുമായിരുന്നു. അപ്പോൾ അവർ അങ്ങനെ പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങളുടെ കാലമായപ്പോൾ ഞങ്ങൾ പറയുന്നു ഞങ്ങൾ ഇങ്ങനെയൊന്നുമല്ല ജീവിച്ചത്. ഞങ്ങൾ ജസ്റ്റ് ഇമാജിൻ ദാറ്റ് now you how you come to school. എങ്ങനെ നിങ്ങൾ സ്കൂളിൽ വരുന്നത്? You may be coming by auto rickshaw or school bus or any other line bus, isn't it? You are far from the school. Your house is at least some students, we are having students from far places, distance places are there. These children are coming by school bus or line bus or any other means of transport, isn't it? But can you imagine that your parents, when they were coming to school, when they were going to school at their childhood means when their school life period, they were walking and going. Just ask your parent. And here heaven was your mummy's house. Do you know? When she was small, not now I'm asking. When your mother was, where was your mother? When your mother was a student, where was her house? Do you know? Don't know. Okay. Child, do you know? Where was your mother's house when she was a student? Jayagiri. And just after the class, you ask all of you ask your parent whether the school was very close to the house or whether it was far. Yes, I know, miss. You know, where was your mother's house? She was in Kollam, Kolatupura. Kollam. Yeah. Okay. And she has to walk 2 kilometers to her school. Only 2 kilometers. Okay. Yeah. What about you, Adira? മിസ് പിന്നെ എന്റെ അമ്മേന്റെ വീട് പിന്നെ ആലക്കാടാണ്. ഏരിയത്തും മാധവങ്കലത്താണ് പഠിച്ചിനി. Okay, is it near or far? 1 kilometer ഉണ്ടാവും. Oh, that's all. Okay, okay. What about you, Justice? You know, what about your parents' education? അമ്മ അവിടെ വെള്ളാടായിരുന്നു. വെള്ളാട്, ആലക്കോട്. Okay. How far the school from house? വായാട്ടൂർ സ്കൂളിലാണ് പഠിച്ചത്. 1.5 കിലോമീറ്റർ ഉണ്ടായിരുന്നു. That's all. Very good. And then what about you, Jiva? Jiva, you know? Jiva stuck on തോന്നുന്നു. Okay. Allah, okay. Do you know what about your parents' school life? Have you ever heard anything from them? ഇല്ല, അറിയില്ല. ഹെവൻ എന്താ? ഉദയഗിരിയില് 4 കിലോമീറ്റർ ഉണ്ട്. അത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ, ശരി. ഇവിടെ അർജുൻ. അർജുൻ Yes, miss. Yes. Do you know about your parents' school life? Have you heard anything from your parents? My mother house is Chimeni. From Chimeni. How far the studied at Chimeni? Okay. How far the school from her house? Father
on Pullingham. Okay, how far the school from the house? Pullingham Edarumbu. ഞാൻ ചോദിച്ചത് അതല്ല, സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് എത്രത്തോളം ദൂരം ഉണ്ടായിരുന്നു എന്ന് വല്ല അറിയാമോന്ന്? ഇല്ല, അറിയില്ല. ഓക്കെ, ഞാൻ when I was a child, my house and my school there were 8 kilometers something distance was there. We had to walk anyway, kilometers level I don't know. I had to walk 1.5 hours. 8:15 we have to start from our house, then only we will reach the school at 9:45 because 9:45 bell rings. So before that we should reach there. And there were no proper roads. Our house is on a hill. From that hill to the school we have to walk. There were many hills and there were many downs, up and downs were there. Every day morning 1.5 hour plus evening also same. There were no bus facilities, no other vehicle facilities. We had to walk all through these 10 years. From first standard onwards till 10th standard, 10 years we had to work. Not only myself, at that age, all the students, those who went before us and after us also. ഞാൻ ഒരാൾ മാത്രമല്ല അങ്ങനെ നടക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ കുട്ടികളും അങ്ങനെയായിരുന്നു. നമ്മളെക്കാൾ മുന്നേ പഠിച്ചവരും നമ്മളുടെ ശേഷവും കുറെ വർഷങ്ങൾക്കോളം ഇത് 3 hours daily we had to work, morning and evening. And that to just imagine that no proper roads, so many small path, means not road at all, small way, ചെറിയ വഴി, എന്താ ഊടുവഴി എന്നൊക്കെ പറയല്ലേ, അതുപോലെ. പിന്നെ കുറച്ച് ഭാഗം റോഡുണ്ട്, റോഡ് കഴിഞ്ഞാൽ പിന്നെയും വീണ്ടും നമ്മൾ ഇത് വേണം. ആൻഡ് വൺ റിവർ ഈസ് ദർ. We had to cross that river during rainy season. There was a robots, means that എന്താ പറയണ്ടേ, നമ്മുടെ ഫെറി ബോട്ട്സ് ഇല്ലേ, എന്താ അതിന് പറയുന്നത്, വള്ളം, തോണി. ഓക്കെ, നമ്മുടെ ഫെറി ബോട്ട്സ്. ഈ ഫെറി ബോട്ടിൽ കയറി ഞങ്ങൾ തോണി കടന്ന് വേണം പോകാൻ. ബസ്സില്ല, നടന്ന് വേണം പോകാൻ. പിന്നെ കുറച്ച് വെള്ളം കുറയുമ്പോൾ ഞങ്ങൾ എന്ത് വെച്ചാല് കുറച്ചൊരു ഷോർട്ട് വേയിൽ കിട്ടും. അതിന് ഞങ്ങളൊരു കുറച്ച് പുഴയിലൊക്കെ വെള്ളം കുറച്ച് കുറയുമ്പോൾ അതിലെ ഇറങ്ങി കിടന്ന് പോകും. തോണി കിടക്കുന്ന ഭാഗത്തോട്ടല്ല, പാലമുള്ള ഭാഗത്തോട്ട് പോകണം, പിന്നെയും കുറേ കൂടെ ദൂരം നടക്കണം. And just imagine, most of our school days where we were walking without slippers. ആ കാലഘട്ടത്തിലൊക്കെ സ്ലിപ്പേഴ്സ് ഇങ്ങനെ എല്ലാവർക്കും ഒന്നും ഇല്ല. വലിയ പൈസയുള്ള ആൾക്കാർക്കൊക്കെ, വലിയ കാശുകാർക്കൊക്കെ ചെരുപ്പൊക്കെ ഉള്ളൂ. ഞങ്ങൾക്കൊക്കെ ഒരു, അതായത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സ്ലിപ്പറില്ലേ, എന്താ വള്ളിച്ചെരുപ്പ് എന്ന് പറയല്ലേ, ആ സ്ലിപ്പേഴ്സ്, ഹവായി ചപ്പൽസ് ഓർ VKC ചപ്പൽസ് ആൻഡ് ഓൾ, മോർ ദാൻ 1.5 years 2 years ഞങ്ങൾ ഉപയോഗിക്കും. ഈ നടക്കണം, മുറ്റത്തുനിന്ന് വണ്ടിയെ കയറി സ്കൂളിൽ വന്നിട്ട് ഉപയോഗിക്കുന്ന രീതിയല്ല പറയുന്നത്, നടന്ന് പോകുന്നിടത്താണ്. അപ്പൊ ചെരുപ്പൊക്കെ തേഞ്ഞു പൊട്ടിപ്പോകും, വള്ളിയൊക്കെ പൊട്ടിയാൽ ഞങ്ങൾ തന്നെ സൂചി നൂലും എടുത്തിട്ട് തുന്നിക്കെട്ടും, കാരണം നോ അതർ വേ. പിന്നെ sometimes on Saturdays also we had class. When we reached in higher classes, means 8th 9th 10th and the special classes were there. At that time most of the days we may have a half day class from 10 to 1 o'clock. ഈ 1 o'clock ശേഷം ചെരുപ്പ് പോലും ഇല്ലാതെ നടന്നാണ് തിരിച്ച് നമ്മൾ വീട്ടിൽ പോകുന്ന ഈ വല്ലാതെ വെയിലത്ത്. അങ്ങനെ ഒരു കാലഘട്ടത്തെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് ക്യാൻ യു ഇമാജിൻ അബൌട്ട് ദാറ്റ്? അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പോലും പറ്റുമോ? നിങ്ങളോട് ഒരു ദിവസം നിങ്ങൾ ചപ്പല് പൊട്ടിപ്പോയി, ഇന്ന് ഒരു ദിവസം നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ആ പഴയ ചെരുപ്പിട്ടുന്ന ഒരു ദിവസം സ്കൂളിൽ പോ, നിങ്ങളുടെ ചപ്പല് പൊട്ടി, നമ്മൾ സ്കൂളിൽ ഇടുന്നേ, വൈകുന്നേരം അമ്പത്തിനും വാങ്ങാന്ന് പറഞ്ഞാൽ വിൽ യു കം ടു സ്കൂള്? യു വിൽ ടേക്ക് എ ലീവ്, സെൻഡിറ്റ്. നിങ്ങൾ ലീവ് എടുത്ത് വിട്ടിരിക്കുക, ചെരുപ്പ് വാങ്ങിച്ചതിട്ടേ ഞാൻ പോകുള്ളൂ എന്ന് പറയും അല്ലേ? പക്ഷെ അന്നത്തെ ലൈഫ് അങ്ങനെയായിരുന്നു. സർ, ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചെന്നാല്, നമ്മുടെ ഏർലി മാൻ്റെ ലൈഫ് വെച്ച് നോക്കുമ്പോൾ ഇന്ന് നമ്മൾ ഹൗ ലക്കി വി പീപ്പിൾ ആർ. പക്ഷെ അന്നത്തെ മനുഷ്യർ അന്നത്തെ സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ടു പോയി ആ ലൈഫ്. ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡിൽ എന്ന് പറയുമ്പോൾ വി ഹാഡ് നോ ഇലക്ട്രിസിറ്റി അറ്റ് ഓൾ. വി വർ സ്റ്റഡിങ് യൂസിങ് ദ കെറോസിൻ ലാംപ്സ്. മണ്ണെണ്ണ വിളക്ക്, കെറോസിൻ ഒഴിച്ച് മണ്ണെണ്ണ ഒഴിച്ചുകൊണ്ട് കത്തിക്കുന്ന വിളക്കായിരുന്നു അന്നൊക്കെ ഞങ്ങളുടെ ഒക്കെ വീട്ടില്. എല്ലാവരുടെയും, അതെ, ഞങ്ങളുടെ മാത്രമല്ല എല്ലാവരുടെയും വീടുകളില്. അപ്പൊ ആ വിളക്ക് ഉപയോഗിച്ച് അങ്ങനെ കത്തിച്ചു. ഇന്നൊരു ദിവസം കറണ്ട് ഇല്ലേ, നിങ്ങളോട് ഹോംവർക്ക് ചെയ്യും, നിങ്ങൾ എന്ത് പറയും? Miss, we had no current, so I didn't complete my homework. I didn't write my homework. But
we students, when we were students, if we could not tell that excuse, even when there is a no kerosene at home also, we had to write, we had to use a candle or something like that, and we had to complete the homework and had to go to school. Anyway, we managed those periods. But now if we are enjoying more privileges, more facilities and all, and if there is one day, if there is no current, what will happen? You will not write homework, mommy will not cook food, mommy will tell there is no current, I can't grind, I can't prepare curry, she will make some little bit of small type of curries or something like that, isn't it? The current il nammade life endu cheyunu അവിടെ പിടിച്ചു വെച്ചേക്കുമായിരിക്കും. എന്താ വെച്ചാൽ കറണ്ട് ഇല്ല, അതുകൊണ്ട് കറിക്ക് അരച്ചില്ല, ഇന്നിട്ട് തൽക്കാലം ഈ കറി കൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു പറയും അല്ലേ. അപ്പൊ നമ്മുടെ ലൈഫിന് അത് ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാല് നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ വന്നപ്പോൾ ഒരുപാട് ഫെസിലിറ്റീസ് നമുക്കായി. അപ്പൊ അന്നൊക്കെ എന്ന് പറഞ്ഞാല് നമ്മള് കറണ്ട് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഒരുപാട് നമ്മൾ ന്യൂ ടെക്നോളജീസ് വരുമ്പോൾ വി കുഡ് സേവ് എ ലോട്ട് ഓഫ് ടൈം ആൻഡ് അവർ വർക്ക് ബിക്കെയിം വെരി 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 ഈസി. വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ പോകും. ഇപ്പൊ നമുക്ക് പറയാം സ്റ്റോറി ഓഫ് ട്രാൻസ്പോർട്ടിനെ കുറിച്ച് പറയാം. നമുക്കറിയാം earlier there was no transport or there were no means of transport, and then as years passed or gradually people used some animals to carry their loads. അനിമൽസിനെ ഉപയോഗിച്ച് ലോഡ്സ് ഉപയോഗിക്കാറുണ്ട്. പണ്ടൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, ചിത്രങ്ങളൊക്കെ ഉണ്ടാവും, കാളവണ്ടി, പിന്നെ ആനയുടെ പുറത്ത്, കുതിരയുടെ പുറത്തൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കഴുത നമ്മുടെ സാധനങ്ങളൊക്കെ ചുമക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോ അങ്ങനെയൊന്നും ഇല്ല അല്ലേ. നമുക്ക് അതിനേക്കാൾ ഒരുപാട് നല്ല ഫെസിലിറ്റീസ് ഉണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട് എന്റെയൊക്കെ വീട് പണിത സമയത്ത്, അതായത് ഞാൻ ചെറിയ കുട്ടിയായിരുന്നു, ചെറുതല്ല, ഒരു 9ലൊക്കെ പഠിക്കുമ്പോൾ വീട് പൊളിച്ചു പണിയുന്നു. ആ സമയത്ത് മണ്ണും കല്ലും എല്ലാം ഞങ്ങളും എല്ലാവരും കൂടെ കൂടിയിട്ട്, കുട്ടികളടക്കം അച്ഛനും അമ്മയും എല്ലാവരും കൂടെ കൂടിയിട്ട് ചുമന്നൊക്കെ കൊണ്ടുപോയിട്ട് തറയൊക്കെ കെട്ടുന്നതും തറയിൽ മണ്ണും കല്ലും ഒക്കെ ഇടുന്നൊക്കെ. ഇന്നെങ്ങനെ നമ്മൾ ചെയ്യുന്നേ? അപ്പൊ അതിന് കുറെ ദിവസങ്ങൾ എടുക്കുമായിരുന്നു പണിയൊക്കെ ഇതാകണമെങ്കിൽ, തറയൊക്കെ കെട്ടി വരണമെങ്കിൽ. ഇന്നോ വിതിൻ 1 day that work will be over. How we have JCBs. JCB വന്ന് അങ്ങോട്ടും തിരിഞ്ഞ് ഇങ്ങോട്ടും തിരിഞ്ഞ് 4 കൈ കൊണ്ട് 4 പൊക്കൽ പൊക്കി മണ്ണൊക്കെ റെഡിയായി അല്ലേ. പക്ഷെ അന്നത്തെ കാലത്ത് അങ്ങനെയല്ല. നമുക്ക് ഒരുപാട് ഇപ്പൊ നമ്മൾ പറഞ്ഞ ടെക്നോളജീസ് വന്നപ്പോൾ നമുക്ക് we could save a lot of time and health. Today we have several means of transport. We can go from one place to another by rickshaw, car, bus, train, aeroplane, etc. However, long ago none of these means of transport were available. People used to move only on foot. They carried goods either themselves or with the help of animals. So we know that. ഞാൻ ഓർക്കുന്നുണ്ട് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടുന്നൊക്കെ ഒരാൾ ഡൽഹിക്കൊക്കെ പോകുന്നതിന് 3 ദിവസം വേണമായിരുന്നു. They had to go by train and all. ഇപ്പോൾ അങ്ങനെയല്ല. എമർജൻസി ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? Within 3 hours they will reach on the spot because we have a air transport. അല്ലേ? എയർ ട്രാൻസ്പോർട്ട് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഡൽഹിക്ക് 3 മണിക്കൂർ കൊണ്ടൊക്കെ എത്താൻ പറ്റും. എത്ര പെട്ടെന്ന് ഈസിയാ കാര്യങ്ങൾ അല്ലേ. കുറച്ച് എക്സ്പെൻഡിച്ചർ ഉണ്ട്, പൈസ കൂടുതലായിരിക്കും. പക്ഷെ ഇന്നിപ്പോ നമ്മൾ അതൊന്നും നോക്കൂല, നമ്മൾ സമയം ലാഭിക്കാൻ നോക്കും അല്ലേ. Okay, so anyway, earlier there were no means of transport. People used to walk from one place to another, and they used to carry the loads from one place to another by themselves, people themselves, or with the help of animals. But the idea of making boats must have occurred when people saw logs of wood floating on water. Then after a long time, people understood that if it is easy to carry things by water എന്ന് പറഞ്ഞാല് ആൾക്കാർക്ക് പിന്നെ കുറച്ച് കാലങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ വെള്ളത്തിൽ കൂടി ഇങ്ങനെ തടിയൊക്കെ ഒഴുകി നടക്കും. മഴക്കാലമൊക്കെ ആകുമ്പോൾ നമുക്കറിയാം വെള്ളത്തിൽ കൂടെ ഇതൊക്കെ ഒഴുകും, ആ തടികളൊക്കെ ഒഴുകും, മരമൊക്കെ അല്ലേ. അപ്പൊ അങ്ങനെ തടികളൊക്കെ ഒഴുകുന്ന കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇങ്ങനെ വെള്ളത്തിൽ കൂടെ എന്തെങ്കിലും രീതിയിൽ നമുക്ക് സാധനങ്ങൾ കൊണ്ടാക്കാൻ പറ്റിയാൽ അത് വളരെ ഈസിയാണ്. ഈ തലയെ വെച്ച് ചുമന്നു കൊണ്ടൊക്കെ പോകുന്നതിനേക്കാൾ വളരെ ഈസിയാണ്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ റോഡുകൾ കാര്യങ്ങളൊന്നുമില്ല. കുന്നും മലകളും കല്ലും എല്ലാം ചവിട്ടി ഒക്കെ വേണം ഈ സാധനങ്ങളൊക്കെ ആയിട്ട് ചുമന്നിട്ട് പോകാന്. അപ്പോൾ എന്താന്ന് വെച്ചാല് പുഴയെ കൂടിയൊക്കെ ഇങ്ങനെ തടികളൊക്കെ ഒഴുകുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു 3-4 തടിയൊക്കെ വെച്ച് കെട്ടിയിട്ട് പിന്നെ അതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വെള്ളത്തിൽ കൂടെ പോയിരുന്നാലും ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്ത് എത്തിക്കാൻ കുറേ കൂടി ഈസിയാണ്. സപ്പോസ് എന്ന് ഓർത്ത് നോക്കിയേ, ഇഫ് ദർ ഇസ് എ റിവർ ഫ്രം ഹിയർ
if it flows to Payyanur, people, if there is a river from here and no river flows from here to Payyanur, it is easy to carry that things or to the things from this place to that place, Payyanur or nearby places, wherever it may be, destination wherever it may be. It is easy to carry on through the water than carrying on head. എന്ന് പറഞ്ഞാല് ആൾക്കാർക്ക് എങ്ങനെ മനസ്സിലായി, ഇവിടുന്ന് പയ്യന്നൂര് വരെ ചുമക്കുന്നതിനേക്കാൾ ഭേദമാണ് ഈ റിവറിൽ കൂടെ കൊണ്ടുപോകുന്നത്. നമ്മൾ ചുമക്കണ്ട, അത്യാവശ്യം നമുക്ക് സ്വിമ്മിങ്ങോ അല്ലെങ്കിൽ വേറെ ഈ തടിയോ വെള്ളത്തിൽ താന്നു പോകുന്നില്ല, വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ അതിൽ വെച്ച് കൊണ്ടുപോകുകയാണെങ്കിൽ ചുമക്കണ്ടല്ലോ എന്നുള്ളൊരു ഈസി, കുറച്ചുകൂടെ സ്പീഡിലും കൂടി എത്തുന്നുണ്ട്. അങ്ങനെ ആ രീതിയിൽ മനുഷ്യർക്ക് മനസ്സിലായി. അപ്പോൾ അവരെന്ത് ചെയ്യാൻ തുടങ്ങി, കുറെ തടികളൊക്കെ കെട്ടി വെച്ചിട്ട്, ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനൊക്കെ ചെറിയ കുട്ടിയായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ എന്റെ വീടിന്റെ അവിടുന്ന് ഞങ്ങൾ സ്കൂളിൽ പോകുന്നതിനിടയ്ക്ക് ഒരു റിവർ ഉണ്ട്, റിവർ കടന്നു പോകണം. അപ്പൊ മഴക്കാലത്തൊക്കെ ഞങ്ങൾ കണ്ടു ഈ പാണ്ടി എന്ന് ഞങ്ങൾ പറയും. എന്നാൽ അതിന് വേറെ ഇപ്പത്തെ നിങ്ങളോട് പറഞ്ഞതിൽ വേറെ ഏതെങ്കിലും ഭാഷ നമുക്ക് അറിയത്തില്ല. പാണ്ടി എന്ന് പറഞ്ഞാൽ അറിയാവോ? ഓക്കെ, അതായത് വളപട്ടണം ഭാഗത്തോട്ടൊക്കെ ഞങ്ങളുടെ അപ്പോഴേന്ന് പോകുന്ന എങ്ങനെ കേട്ടിട്ടില്ല, വളപട്ടണത്തോട്ട് പോകുന്നത്. വളപട്ടണത്ത് കുറെ മില്ലുകളൊക്കെ ഉണ്ട്, അവിടെ മില്ലുകളിലേക്ക് മരങ്ങൾ കൊണ്ടുപോകുന്നതാണ്. അപ്പൊ ഇങ്ങനെ വലിയ മരങ്ങൾ മുറിച്ചിട്ട്, ഇന്നിപ്പോ നമുക്ക് വണ്ടി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ വണ്ടിയെ കയറ്റി മില്ലിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ത്. പക്ഷെ അന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, there were no lorries, vehicles and all. വെഹിക്കിൾസ് ഒക്കെ ഉണ്ട്, പക്ഷെ ഇറ്റ് ഈസ് ടു കോസ്റ്റ്ലി. അന്നത്തെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഇത് ചെലവ് താങ്ങുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഒരു കുറെ ആൾക്കാർ കൂടിയിട്ട് മരങ്ങളൊക്കെ മുറിച്ചിട്ട് അത് തമ്മിൽ കൂട്ടി കെട്ടിവെക്കും. ഇങ്ങനെ വീതിയിൽ ഇങ്ങനെ കെട്ടിവെച്ചിട്ട് പുഴ ഉന്തി തള്ളിക്കൊണ്ടുവന്ന് പുഴയിലെ വെള്ളത്തിലിടും. എന്നിട്ട് ഈ വെള്ളത്തിൽ ഇട്ടിട്ട് നമ്മുടെ തോണി തുഴയുന്ന പോലെ ഒരു സാധനം വെച്ച് ഒന്നോ രണ്ടോ പേര് അതിൽ കയറിയിരിക്കും. തുഴഞ്ഞ് ഈ പുഴയുടെ ഇതിലെ കൊണ്ടുപോയി ഈ വളപട്ടണം മില്ലിൽ കൊണ്ടെത്തും. വളപട്ടണമല്ല, അവർ പോകുന്ന വളപട്ടണം ആയിരിക്കാം, വേറെ മില്ലുള്ളടത്ത് വേറെ സ്ഥലത്തും പോകും. അപ്പൊ അന്നത്തെ കാലത്ത് ഈ മില്ലുകളൊക്കെ കൂടുതലും ഈ റിവർ സൈഡിലായിരുന്നു. എന്താ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫാക്ടറീസ് ഒക്കെ റിവർ സൈഡിലായിരുന്നു. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ വാട്ടർ വേസിലൂടെ സാധനങ്ങൾ അവിടെ എത്തിക്കാനുള്ള സംവിധാനത്തിന്റെ വെളിച്ചത്തില് അങ്ങനെ ആ ഒരു ഇതിലായിരുന്നു അന്ന്. ഇന്നും നമ്മൾക്ക് പോകുമ്പോൾ അറിയാം, നമ്മൾ വളപട്ടണം ആ ഭാരം, അതുപോലെ പയ്യന്നൂർ കുറച്ച് ഭാഗങ്ങളിലൊക്കെ ഉണ്ട് റിവർ സൈഡിലൊക്കെ കുറെ ഫാക്ടറീസ് ഒക്കെ. കാരണം അന്നത്തെ സൗകര്യം അനുസരിച്ച് സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട്, കാരണം നോ വെഹിക്കിൾസ് വരുന്നത്. അപ്പൊ ഇതുപോലെ മനുഷ്യരിങ്ങനെ ഗ്രാജുവലി ഓരോന്നും മെത്തേഡ്സുകൾ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇങ്ങനെ ട്രാൻസ്പോർട്ട്, അതായത് പിന്നെ അവര് തോണിയാക്കാൻ തുടങ്ങി, പിന്നെ ബോട്ടാക്കാൻ തുടങ്ങി. ഇന്ന് ഷിപ്പൊക്കെ ഉണ്ട് അല്ലേ? ഓക്കെ. The idea of making boats must have occurred when people saw logs of wood floating on water. They realized that boats could be a good means of transport on rivers. So ഇങ്ങനെ ഒരു 55 കിലോ അല്ലെങ്കിൽ 1 കിലോ സാധനമായിട്ട് ചുമന്ന് നടന്ന് എത്തുന്നേക്കാൾ ഭേദമാണ് ഇത് പിന്നെ ചുമക്കൊന്നും വേണ്ട, എന്നാ പുഴയിൽ എത്തിച്ചു കഴിഞ്ഞാൽ. എന്താ ജോയില് കൂട്ട അവിടെ റെസ്റ്റ്ലെസ് ആണല്ലോ മോൻ, എന്ത് പറ്റി ജോയിലേ? എന്താ പറ്റിയേ? എന്തോ സംഭവം ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഈ അതിനേക്കാൾ ബെറ്റർ ആണല്ലോ ഈ സാധനം അങ്ങോട്ട് എത്തിക്കാൻ പറ്റുക എന്നുള്ളത് നല്ല രീതിയിൽ അവർ ആ പണി പഠിച്ചു. The earliest boats were made by hollowing out logs of wood. ആദ്യമൊക്കെ അവരെന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ കുറച്ച് മരങ്ങൾ ചുമ്മാ, ഞാൻ പറഞ്ഞാൽ ഈ പാണ്ടി എന്ന് പറഞ്ഞ പോലെ മരങ്ങൾ കൂട്ടിക്കെട്ടിയിട്ടുള്ള രീതിയിലുള്ള ബോട്ടായിരുന്നു. Later people learned to make better boats by putting together pieces of wood. They also realized that a boat made in the shape of a fish could travel faster in water. First they used to tie some logs and all. Gradually പതിയെ അവര് ഇങ്ങനെ കൊണ്ടുപോകുന്നതിനിടയ്ക്ക് പിന്നീട് അവർ പഠിച്ചു ഇതിനൊരു ഫിഷ് ഷേപ്പിലേക്ക് ആക്കി കഴിഞ്ഞാല് കുറച്ചും കൂടെ നല്ല സ്പീഡായിട്ട് പോകുന്നുണ്ട്. സാധാരണ ഒരു മരത്തിന്റെ ഇതിലല്ലാതെ തന്നെ മരങ്ങൾ ഇങ്ങനെ കൂട്ടിക്കെട്ടി അതിനെ ഒരു ഫിഷിന്റെ ഷേപ്പിലേക്ക് ആക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്പീഡായിട്ട് പോകുന്നുണ്ടെന്നൊക്കെ. അപ്പൊ അങ്ങനെ ഓരോ മെത്തേഡ് പതിയെ പഠിക്കുമ്പോൾ ആ മെത്തേഡ് പിന്നെ പരീക്ഷിക്കാൻ തുടങ്ങി. The invention of the wheel brought about a revolution in transport. പിന്നീട് പിന്നെ വാട്ടർ ട്രാൻസ്പോർട്ട് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിന് ശേഷം കുറെ കാലങ്ങൾക്ക് ശേഷം ഈ റൗണ്ട് ഷേപ്പിലുള്ള സാധനങ്ങൾ ഉരുളുന്നത് അവർക്ക് മനസ്സിലായി. അത് വെള്ളത്തിലൂടെ അല്ല, ലാൻഡിൽ കൂടെ അത് ഉരുളുന്നുണ്ട്. റൗണ്ട് ഷേപ്പിലുള്ള സാധനങ്ങള് അങ്ങനെ അവര് പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ പതിയെ എന്ത് ചെയ്യാൻ തുടങ്ങി, അവര് വീൽ, അതായത് ചക്രം പോലെ ഉണ്ടാക്കി അത് ഈസി ആയിട്ട് മൂവ് ചെയ്യുന്ന പോലെയൊക്കെ അവര് പഠിച്ചു, കുറച്ചും കൂടി ഈസി ആയിട്ട്. അങ്ങനെ
Next, carts pulled by animals such as horse provided a faster and more efficient means of transport. പിന്നെ അവർക്ക് ഈ വീൽ ഇങ്ങനെ പണ്ടൊന്നും ഇന്നത്തെ പോലത്തെ വീലൊന്നും അല്ല, ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടാണ് ഇന്നത്തെ രീതിയിലുള്ള വീൽ ആയത്. അപ്പൊ ഈ ചക്രങ്ങൾ ഇങ്ങനെ ആദ്യം ഇങ്ങനെ അത് കുറച്ചും കൂടി എളുപ്പമാണെന്ന് മനസ്സിലായി. പിന്നെ അതിന് കാലക്രമേണ മാറ്റങ്ങൾ വരുത്തി ന്യൂ മോഡൽ വീൽസ് ഹാവ് ബീൻ മെയ്ഡ്. അപ്പം പിന്നെ ബുള്ളറ്റ് കാർട്സ് പോലെയുള്ള അല്ലെങ്കിൽ ഹോഴ്സ് കാർട്ട് അങ്ങനെ ആനിമൽസ് ഉപയോഗിച്ച് ഈ ചക്രങ്ങൾ ഉപയോഗിച്ച് അപ്പം ആ അനിമൽസിനും കുറച്ച് ഈസി ആണെന്നുള്ള രീതിയിലേക്ക് എത്തി. The invention of the steam engine about 300 years ago brought about a second revolution in transport. പിന്നെ അങ്ങനെ മൃഗങ്ങളൊക്കെ ഈ വീലിൽ കൂടി ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് കുറെ നാൾ കഴിഞ്ഞപ്പോൾ അത് നിയർലി 300 years ago സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ചു, ആവിയന്ത്രം കണ്ടുപിടിച്ചു. ഇത് എവിടെ ചിത്രം തന്നാണ് ഏർലി സ്റ്റീം എഞ്ചിനും, അതായത് ചൂടിലൂടെ കൽക്കരിയിലൂടെ അല്ലെ ആവിയന്ത്രം ചൂട് വെള്ളം തിളപ്പിച്ചിട്ട് അതിന് ചൂടിലൂടെ പ്രവർത്തിക്കുന്നത് അങ്ങനെ. അപ്പൊ കുറെ മാറ്റമായി, കുറെ കൂടെ സ്പീഡിൽ നമുക്ക് കുറച്ചും കൂടെ പണി എളുപ്പമായി. Animal power was replaced by engine power. So up to that time, people were using different kinds of animals like a horse, bullocks, donkeys, animals like elephant and all. ഇപ്പൊ ആനിമൽസിനെ എല്ലാം മാറ്റിയിട്ട് പകരം എൻജിൻസ് ഉപയോഗിക്കാൻ തുടങ്ങി. The first train pulled by a steam engine was made in the beginning of 19th century, about 200 years ago. So ഒരു 200 വർഷങ്ങൾക്ക് മുന്നേ നമ്മള് പിന്നെ ഫസ്റ്റ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു സ്റ്റീം എഞ്ചിൻ ഉപയോഗിച്ച്. ആദ്യ കാലങ്ങളില് സ്റ്റീം എഞ്ചിൻ ഉപയോഗിച്ചായിരുന്നു ട്രെയിനൊക്കെ. അതിവിടെ ചിത്രം കണ്ടോ? പണ്ടത്തെ ഞാനൊരു കാർട്ടൂൺ കണ്ടായിരുന്നു, വീട്ടിൽ പിള്ളേരുണ്ടായിരുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ കാർട്ടൂൺ വെക്കുന്നത്, അതിനകത്ത് സ്റ്റീം എഞ്ചിന്റെ ഒരു കാർട്ടൂൺ കണ്ടായിരുന്നു ഇങ്ങനെ പോകുന്നത്. The first train pulled by a steam engine was made in the beginning of the 19th century, about 200 years ago. At about the same time, ships using steam engines were made. Faster means of transport for people and goods now became possible. So ആ ടൈമിലാണെങ്കിലും ബോട്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തുഴഞ്ഞു പോകുന്ന ബോട്ടുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നമുക്കറിയാം എഞ്ചിൻ ബോട്ട്സ് ആണ് അല്ലെ, നല്ല സ്പീഡില് കടലിൽ കൂടിയൊക്കെ പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ആദ്യമൊന്നും അങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നു. അതുപോലെ ഷിപ്സ് ഒക്കെ നൗക എന്ന് പറയുന്നാൽ അതിങ്ങനെ തള്ളി അല്ലെങ്കിൽ എന്താ തുഴഞ്ഞു പോകുന്ന രീതിയിലുള്ളതായിരുന്നു. ഇപ്പം എൻജിൻസ് ഉപയോഗിക്കുന്നതുകൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് സ്പീഡായിട്ട് പോകുന്നു. ട്രെയിന്, ബസ് എല്ലാം അന്നത്തെ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരിപ്പോൾ നമുക്ക് മോഡേൺ ടൈപ്പ് വളരെ ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ട്രാൻസ്പോർട്ട് ഉണ്ട്. In time, the steam engine was replaced by more efficient engines that use petrol, diesel, and electricity. Automobiles, motorized boats, and ships, trains, and airplanes today are powered by such engines and can travel much faster. So, a steam engine was replaced then with engines working on petrol, diesel, or electricity and all. ഇപ്പൊ നമ്മള് സ്റ്റീം എഞ്ചിൻ ഒന്നും ഇല്ല, അങ്ങനത്തെ സാധനമേ ഇല്ല. സ്റ്റീം എഞ്ചിന് പകരം അതിനേക്കാൾ എഫിഷ്യന്റ് ആയിട്ട് കെറോസിൻ അല്ല, പെട്രോള്, ഡീസലൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഒക്കെ ഉപയോഗിച്ച് ഓടുന്ന വെഹിക്കിൾസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് അറിയാം. നമുക്കറിയാം ഇപ്പൊ എയറോപ്ലെയിൻസ് ഒക്കെ ഹൗ ഫാസ്റ്റ്ലി ഇറ്റ് മൂവ്സ്. നമുക്കിപ്പോ ജംബോ ജെറ്റ് എന്ന് പറയുന്ന ജെറ്റ് വേസ് ഉണ്ട് അല്ലെ, ജംബോ ജെറ്റ് എന്ന് വെച്ചാൽ സൗണ്ടിനേക്കാൾ ഫാസ്റ്റ് ആയിട്ട് സഞ്ചരിക്കുന്നത്. നമുക്കറിയാം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സൗണ്ട് ഇവിടുന്ന് കേട്ടാൽ ജെറ്റ് എവിടെ എത്തിയിട്ടുണ്ടാകും? കുറേ മുന്നേ എത്തിയിട്ടുണ്ടാകും. അത്ര സ്പീഡിൽ സഞ്ചരിക്കുന്ന റോക്കറ്റ്സ് ഒക്കെ ഉണ്ട് അല്ലെ. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ടൈം കഴിഞ്ഞു. വി വിൽ കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. വി ഹാവ് വൺ മോർ ക്ലാസ് നോട്ട് ടുഡേ, ലാസ്റ്റ് ക്ലാസ്, isn't it? Okay, bye. See you on next period.